നമസ്കാരം. മഹാഭാരതത്തിൽ ഭഗവത്ഗീത എന്നൊരു ഭാഗമുണ്ട്. അർജുന വിഷാദ യോഗം മുതൽ തുടങ്ങിയ 18 അധ്യായങ്ങൾ. അർജുന വിഷാദ യോഗം എന്ന് പറഞ്ഞാൽ യുദ്ധം ആരംഭിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് യുദ്ധത്തിനാവശ്യമായ എല്ലാ സന്നാഹങ്ങളും നടത്തിയതിന് ശേഷം കൃഷ്ണനും അർജുനനും കൂടി അർജുനൻ്റെ തേരാളിയായി കൃഷ്ണൻ വന്ന് രംഗപ്രവേശം ചെയ്ത് കുരുക്ഷേത്രത്തിൽ കൊണ്ടു നിർത്തുമ്പോൾ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് കണ്ണ് കണ്ടുകൂടാത്ത ധൃതരാഷ്ട്രർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് യുദ്ധക്കളത്തിൽ കുരുക്ഷേത്രത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. ആ കുരുക്ഷേത്രത്തിൽ സംഭവിക്കുന്ന യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അർജുനൻ കൃഷ്ണനോട് പറയും, കൃഷ്ണൻ എന്നെ, അതായത് അർജുനനെ യുദ്ധം നടക്കുന്നതിൻ്റെ മധ്യഭാഗത്ത് കൊണ്ട് നിർത്താൻ പറയും. തേര്. അങ്ങനെ തേര് കൊണ്ട് മധ്യഭാഗത്ത് നിർത്തുമ്പോൾ ചുറ്റും 4 ചുറ്റും ദ്രോണാചാര്യർ ഉൾപ്പെടെ കർണൻ ഉൾപ്പെടെ ശകുനി ഉൾപ്പെടെ എല്ലാം വലിയ വലിയ ഭീഷ്മാചാര്യരും ഒക്കെ വലിയ നേതാക്കൾ, യോദ്ധാക്കൾ, തന്നെ പഠിപ്പിച്ചവർ, തൻ്റെ ഗുരുനാഥന്മാർ, തൻ്റെ മാതുലന്മാർ, ബന്ധുമിത്രാദികളൊക്കെ പിതൃതുല്യരായിട്ടുള്ള എല്ലാവരും ബന്ധുമിത്രാദികൾ. അപ്പം അവരെ മുമ്പിൽ ഞാൻ യുദ്ധം ചെയ്ത് എന്ത് നേടാൻ, അവരെല്ലാം കൊന്നിട്ടെന്ന് അർജുനൻ ചോദിക്കുന്നു. അതാണ് അർജുനൻ്റെ വിഷാദം. ആ അർജുനൻ അങ്ങനെ ചോദിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ കുറേ കാര്യങ്ങൾ കൃഷ്ണൻ പറയുന്നുണ്ട്. ആ പറയുന്ന 108 അധ്യായങ്ങളാണ് ഈ പറയുന്ന പോലെ ഭഗവത്ഗീതയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 108 എണ്ണത്തിൽ ജീവിതത്തിൻ്റെ കർമ്മം നിർവഹിക്കുന്ന മുതൽ തുടങ്ങി കൃഷ്ണനും ധനുർധരനായ പാർത്ഥനും തമ്മിലുള്ള സംഭാഷണം ഒരു 108 അധ്യായങ്ങളിലായി, ചെറിയ ചെറിയ അധ്യായങ്ങളിലായി വിവരിച്ചിട്ടുണ്ട്. അതാണ് ഗീത ഉപദേശം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭഗവത്ഗീതയൊക്കെ ഉപദേശിക്കുന്നു. ഇത് ലോകത്ത് പഠിക്കാനുള്ള പുസ്തകങ്ങളാണ് പല യൂണിവേഴ്സിറ്റികളിലും. അതിൽ 9ാമത്തെ ഭാഗമായി പല വിഷയങ്ങളുണ്ട്. കർമ്മത്തെക്കുറിച്ച് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. നമുക്ക് പല ഘട്ടങ്ങളിലായി ഓർഡറിലല്ലെങ്കിൽ പോലും ഇതിനകത്ത് പറയുന്ന ഒരു പ്രാധാന്യം വെച്ചുകൊണ്ട് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. കർമ്മത്തിൻ്റെ ഒരു മർമ്മം അല്ലെങ്കിൽ കർമ്മം എന്ന് പറഞ്ഞാൽ ആക്ഷൻ, ഒരു ആക്ടിവിറ്റി നമ്മൾ എന്തിനു ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ സംസാരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും എപ്പോഴും ഹാർട്ടിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, ബ്ലഡിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, നെർവസ് ഓരോ ബ്രെയിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, മൈൻഡിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, ഓരോ ഡ്യൂട്ടി ചെയ്യാറുണ്ട്. പ്രകൃതിയും അങ്ങനെ തന്നെയാണ്, ഈ പ്രപഞ്ചവും അങ്ങനെ തന്നെയാണ്, യൂണിവേഴ്സും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കർമ്മം ചെയ്യാതിരിക്കുന്നില്ല നമ്മൾ. എപ്പോഴും എന്തെങ്കിലും കർമ്മം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ഫലം എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഹാർട്ട് പ്രവർത്തിച്ചാൽ ജീവൻ നിലനിൽക്കും. പക്ഷേ ഹാർട്ട് പ്രവർത്തിച്ചത് കൊണ്ട് ജീവൻ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. അത് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഫലത്തെ സംബന്ധിക്കുന്ന ചില സിദ്ധാന്തങ്ങളാണ് അതിനകത്ത് പറയുന്ന ശ്ലോകം. കർമ്മണ്യേ ബാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫല ഹേതുർഭൂ മാ തേ സംഘോസ്ത്വ കർമ്മണി. കർമ്മത്തിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ, അതായത് ജോലി, അതായത് ആക്ഷൻ ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ. ഫലത്തിൽ അധികാരമില്ല. ഫലം ആഗ്രഹിക്കുന്നല്ല പറയുന്നത്. നിഷ്കാമ കർമ്മം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കർമ്മത്തിൻ്റെ ഫലം ആഗ്രഹിക്കണമെന്നൊരു അർത്ഥമില്ല. നിൻ്റെ കർമ്മങ്ങൾ ഫലത്തിന് വേണ്ടി മാത്രമാകരുത്. എനിക്കൊരു ഫലം കിട്ടണം എന്ന് മാത്രം പറഞ്ഞ് ചെയ്യരുത്. എന്നാൽ ഫലമുണ്ട്, ഫലത്ത് കിട്ടുകയും ചെയ്യും. വേറെ ആർക്ക് കിട്ടാനാ? ഒന്നുകിൽ നിനക്ക് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് കിട്ടും, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ എന്താണോ ചെയ്യുന്നത് അത് ആർക്കാണോ കിട്ടേണ്ടത് അവർക്ക് കിട്ടും. അതിൻ്റെ ദുഷ്ഫലം കിട്ടും, സദ്ഫലം കിട്ടും. കർമ്മത്തിൻ്റെ ഓരോ ഫലം കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ നീ കർമ്മം ചെയ്യാതിരിക്കുക എന്ന ദോഷത്തിൽ ചെന്ന് ചടാനും പാടില്ല.
കർമ്മം ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ദോഷമാണ്, അതിൽ ചെന്ന് പെടരുത്. ഇതാണ് വളരെ കൃത്യമായി ആര് പറയുന്നത്? നമ്മുടെ കൃഷ്ണൻ പാർത്ഥനോട് പറയുന്നത്. പാർത്ഥസാരഥി, അതായത് പാർത്ഥനോട് പറയുന്നത്, പാർത്ഥൻ നീ അർജുനനോട് പറയുന്നത് വളരെ കൃത്യമായി കർമ്മം ചെയ്യണം. ഒരുപക്ഷെ വളരെ ഏറെ തെറ്റിദ്ധരിക്കപ്പെടുകയും വിവാദമാവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണിത്. കർമ്മ സന്യാസത്തെക്കാളും വലിയ പ്രാധാന്യം കർമ്മയോഗത്തിനുണ്ട്. കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങളിൽ ശ്രദ്ധ വെച്ച്, ഡോക്ടറാണെങ്കിൽ ഡോക്ടർ, എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ, നഴ്സാണെങ്കിൽ നഴ്സ്, പിയൂണാണെങ്കിൽ പിയൂണ്, കളക്ടറാണെങ്കിൽ കളക്ടർ, അമ്മയാണെങ്കിൽ അമ്മ, അച്ഛനാണെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിൽ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളുണ്ട്. അത് വളരെ കൃത്യമായി ചെയ്തു പോകണം എന്നാണ് പറയുന്നത്. അല്ലാതെ അതിൻ്റെ ഫലം എന്താകും എന്ന് ആഗ്രഹിച്ച് അതിൽ ആശങ്കപ്പെട്ട് അതിൽ ആകുലത വന്ന് അതിൽ അവശത വന്ന് കർമ്മം ചെയ്യാതിരിക്കരുത്. അത് വലിയ ദോഷമുണ്ടാക്കുന്നതാണ്. തീർച്ചയാണല്ലോ, ഇപ്പോൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഈ ഭക്ഷണം എങ്ങനെയാകും എന്നാലോചിച്ച് ആകുലപ്പെട്ട് വ്യസനിച്ച് ദുഃഖിച്ച് പാചകം ചെയ്യാതിരുന്നാൽ പട്ടിണിയാവും. അപ്പോൾ വളരെ കൃത്യമായ രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പഠിക്കേണ്ടതാണ്, മാനവരാശി മനസ്സിലാക്കേണ്ടതാണ്. കർമ്മത്തിന് ഫലമുണ്ട്, പക്ഷെ കർമ്മഫലത്തിൽ എനിക്ക് അധികാരമില്ല, അല്ലെങ്കിൽ നമുക്ക് അധികാരമില്ല എന്നാണ് പറയുന്നത്. അല്ലാതെ കർമ്മം ഫലമില്ലാത്ത കർമ്മവും അല്ലെങ്കിൽ ഫലം ആഗ്രഹിക്കരുത് എന്ന് പറയരുത്. ഫലം ആഗ്രഹിക്കാം, തീർച്ചയായും ആഗ്രഹിക്കാം, പക്ഷേ അത് കേവലമായൊരാഗ്രഹമാക്കി, അത് കേവലമായൊരു ആദിയാക്കി, അത് കേവലമായിട്ടുള്ള ഒരു ആശങ്കയാക്കി, അവശതയാക്കി കർമ്മം ചെയ്യാതിരിക്കരുത് എന്നതാണ് അവിടെ ഉദ്ദേശിച്ചത്. അല്ലാതെ കർമ്മഫലം ആഗ്രഹിക്കരുത് എന്നുള്ളതല്ല. ഒരു കർമ്മം ഒരാൾ ചെയ്താൽ കൂടുതൽ കർമ്മം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. കർമ്മപാഠവം ആർജിച്ചുകൊണ്ട് മാത്രമേ കർമ്മം നമുക്ക് ചെയ്തു പോകാൻ കഴിയുകയുള്ളൂ. ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ അതിൽ നിന്ന് കൂടുതൽ പാഠങ്ങൾ പഠിക്കും. കർമ്മഫലത്തിൽ ഒരിക്കലും അധികാരമില്ല എന്ന് പറഞ്ഞാൽ ഉപരിപ്ലവമായിട്ട് കേട്ടാൽ തോന്നും നമുക്കിതിനകത്ത് ഒരു റോളുമില്ല. അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. എതിർപ്പുകളും വാദകോല കർമ്മഫലവും കർത്താവിൻ്റെ ആഗ്രഹത്തെയോ, അതായത് ചെയ്യുന്ന ആളിൻ്റെ ആഗ്രഹത്തെയോ അല്ലെങ്കിൽ ചെയ്യുന്ന ആളിൻ്റെ ആദർശത്തെയോ അനുസരിച്ചല്ല റിസൾട്ട് വരുന്നതെന്നാണ്. അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. കർമ്മം ചെയ്യുന്ന കർത്താവിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, ആശയങ്ങൾക്കനുസരിച്ചായിരിക്കത്തില്ല റിസൾട്ട് വരുന്നത്. റിസൾട്ട് ചിലപ്പോൾ വേറെ ഒന്നായിരിക്കാം. ചിലത് അങ്ങനെ തന്നെ വരികയും ചെയ്യാം. അങ്ങനെ വരാം, ചിലപ്പോൾ വേറെ ഒന്നായിരിക്കാം റിസൾട്ട് വരുന്നത്. കർത്താവിൽ നിന്ന് അന്യമായ പല ഘടകങ്ങൾക്കും വിധേയമാണ്. ഒരു സങ്കല്പ കർമ്മത്തിൽ നിന്ന് ഫലം പെട്ടെന്ന് ലഭിക്കുകയില്ല. ഒരു ദുഷ്കർമ്മ ഫലം ഉടനെ ലഭിക്കുകയും ചെയ്യും. സത്കർമ്മം ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും കിട്ടാൻ. ദുഷ്കർമ്മമാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒരു തൈ നട്ടാൽ അത് മരമാകണമെങ്കിൽ നിരവധി വർഷം വേണം. പക്ഷേ അത് മുറിച്ച് കളയാൻ നിമിഷ നേരം മതി. അപ്പോൾ നൈമിഷികമായിട്ട് നമുക്ക് മോശം കാര്യങ്ങൾ നൈമിഷികമായി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ വലിയ കാര്യങ്ങൾ, സുഖം തരുന്ന കാര്യങ്ങൾ, ഗുണം തരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വർഷങ്ങളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമൊക്കെ എടുത്തേക്കാം. അതൊരു സത്ഫലം എന്ന് പറയുന്നത് കിട്ടാൻ ചിലപ്പോൾ സമയമെടുക്കും. ദുഷ്ഫലം കിട്ടാൻ നിമിഷ നേരമോ അല്ലെങ്കിൽ കുറച്ച് സമയം മതി. ഞാനൊരു ഫലവൃക്ഷത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു ഫലമുണ്ടായി വരാൻ വർഷങ്ങൾ വേണം, കേടുപറ്റാൻ നിമിഷങ്ങൾ മതി. അപ്പോൾ ഇതൊരു വളരെ വലിയ തത്വമായിട്ടാണ് അതിനകത്ത് പറയുന്നത്. നമുക്ക് ചെയ്യുന്ന ജോലിയുടെ അന്തസ്സ് നോക്കി നമുക്ക് ജോലി ചെയ്യാൻ പറ്റണം, കർമ്മം ചെയ്യാൻ പറ്റണം. അല്ലാതെ അതിൻ്റെ ഫലത്തിൻ്റെ വില നോക്കി നമ്മൾ ജോലി ചെയ്യാനിരുന്നാൽ ചിലപ്പോൾ നമുക്ക് കൃത്യമായ കർമ്മം ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. ഫലത്തിന് വേണ്ടി ആകരുത്, അല്ലെങ്കിൽ ഫലത്തിന് വേണ്ടി മാത്രമാകരുത് എന്ന് പറഞ്ഞാലാണ് കുറച്ചുകൂടി ശരി. ഫലത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്, പക്ഷേ ഫലത്തിന് വേണ്ടി മാത്രം ആകരുത് എന്നുള്ള ഒരു ചിന്തയുമുണ്ട്. ഏത് കർമ്മത്തിനും അതിൻ്റേതായ ഫലമുണ്ടാകും, അനുകൂലമാകും, ചിലത് പ്രതികൂലമാകും.
എങ്ങനെ വന്നാലും ചിലപ്പോൾ ഫലമില്ലാത്ത സാഹചര്യം വരും, ഒരു റിസൾട്ടും വരാത്ത സാഹചര്യം വരും, നെഗറ്റീവ് റിസൾട്ട് വരും, പോസിറ്റീവ് റിസൾട്ട് വരും. അതിൽ നമുക്ക് അധികാരമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ കർമ്മം ചെയ്യാതിരുന്നാലും ദോഷം വരും, കാര്യങ്ങൾ മുമ്പോട്ട് പോവില്ല. സമൂഹത്തിൽ, നാട്ടിലായാലും വീട്ടിലായാലും ശരീരത്തിലായാലും സമൂഹത്തിലായാലും കർമ്മം ചെയ്യാതിരുന്നാൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല, യാത്രയില്ല. അത് വലിയ ദോഷം ഉണ്ടാക്കും. കർമ്മം ചെയ്യുന്നതിൽ നമുക്ക് അധികാരമില്ല. അതിൻ്റെ ഫലത്തിൽ കർമ്മം ചെയ്യാൻ നമുക്ക് അധികാരമുണ്ട്, പക്ഷേ അതിൻ്റെ ഫലത്തിൽ നമുക്ക് അധികാരമില്ല. ഫലം എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. നമുക്ക് പ്രതികൂലമാകുമ്പോൾ നമുക്ക് ദുഃഖം വരും. ഒന്നും സംഭവിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സന്തോഷം വരും, ദുഃഖം വരും. അനുകൂലമാകുമ്പോൾ നമ്മൾ സന്തോഷിക്കും. ഇനി ഫലമില്ലാത്ത സാഹചര്യം, ഒരു ഫലവും ഉണ്ടാകുന്നില്ലാത്ത സാഹചര്യത്തിൽ കർമ്മവിമുഖനായി നമുക്ക് തോന്നും. പിന്നെ ഇനി കർമ്മം ചെയ്യേണ്ടാവും, റിസൾട്ട് ഉണ്ടാവുന്നില്ലല്ലോ, പഠിച്ച് എത്ര പഠിച്ചിട്ടും ജയിക്കുന്നില്ല, പിന്നെ ഇനിയിപ്പോൾ എന്തിനാണ് നമ്മൾ അങ്ങോട്ട് വീണ്ടും പഠിക്കുന്നത്, എത്ര അധ്വാനിച്ചിട്ടും സമ്പാദിക്കാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് അധ്വാനിക്കുന്നത് എന്ന് തോന്നാം. പക്ഷേ അങ്ങനെ പറ്റില്ല എന്നതാണ് അർജുനനോട് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സമൂഹവും ഒരു രാഷ്ട്രവും ഒരു കുടുംബവും ഒരു വ്യക്തിയുമൊക്കെ നിലനിൽക്കുന്നത് കർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. കർമ്മമെന്നത് ജ്ഞാനകർമ്മമെന്നും കർമ്മസന്യാസമെന്നും മറ്റധ്യായങ്ങളിലൂടെ നമുക്ക് മറ്റ് ഭാഗങ്ങളിലൂടെയൊക്കെ കർമ്മത്തെക്കുറിച്ചും മനസ്സിലാക്കാം. ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റ് നിരവധി കാര്യങ്ങൾ നമുക്ക് ഇതുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സർവേശ്വരനിൽ സമർപ്പിച്ച്, എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് സമചിത്തത കൈവരിച്ച് സമാശ്വാസത്തോടുകൂടി സമാധാനത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ കൃത്യമായി നമുക്ക് ഫലം തരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ആത്മസമർപ്പണം, ഒരു ചെയ്യുന്ന വിഷയത്തിലൊരു സന്തോഷം, ഒരു ആത്മസമർപ്പണം, ഒരു ആനന്ദം ഒക്കെ നടത്തി ചെയ്താൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും എന്നും, അതുകൊണ്ട് സമചിത്തത കൈവരിച്ച് ഈശ്വര ചിന്തയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം എന്നൊരു അഭിപ്രായം കൂടി അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. നമ്മൾ കാമവികാരങ്ങൾ, അത് സെക്സ് മാത്രമല്ല കേട്ടോ. ഈ കാമം എന്ന് കേട്ടാൽ ഉടൻ തന്നെ അങ്ങ് സെക്സിലേക്ക് പോകും, ലൈംഗികതയിലേക്ക് പോകും. അല്ല, ഭയം, കോപം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അഹങ്കാരം ഒക്കെ അതിനകത്ത് പറയാം. നമുക്ക് അമിതമായി ചെയ്യുന്ന മറ്റ് ഘടകങ്ങളൊക്കെ, അത് നമുക്ക് വലിയ ഈ കർമ്മം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. കാമമോഹങ്ങൾക്കനുസരിച്ച് നമ്മൾ കർമ്മത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. അങ്ങനെ കർമ്മത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നമുക്ക് തിരിച്ചടി ഉണ്ടാകും, കിട്ടുന്ന ഫലം മോശമായിരിക്കുകയും ചെയ്യും. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാമഭാവങ്ങൾ കഴിയുന്നത്ര വെടിഞ്ഞ് വേണം നമുക്ക് കർമ്മം എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമുക്ക് കടക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ദുഃഖങ്ങൾ തരുമ്പോൾ നമ്മൾ ആമയെപ്പോലെ നമ്മുടെ ശരീരവും മനസ്സുമെല്ലാം ഒന്ന് ഒതുക്കി കുറച്ചുകൂടി ചുരുക്കി നിൽക്കണം. അല്ലാതെ നമ്മൾ ചൂടോടുകൂടി വളരെ വർദ്ധിത വിരത്തോടുകൂടി നിന്നാൽ ദുഃഖം ഇരട്ടിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ കർമ്മഫലം നമുക്ക് മോശമായി വന്നാൽ, നമ്മളവിടെ ആവേശപ്പെട്ട് അങ്ങനെ ഇടിച്ചു നിന്നാൽ നമുക്ക് കൂടുതൽ സംഘർഷമുണ്ടാവുകയും ചെയ്യുള്ളൂ. അവിടെ നമ്മൾ ചുരുങ്ങണം, പരിമിതപ്പെടേണ്ടിടത്ത് പരിമിതപ്പെടണം, ചെറുതാകേണ്ടിടത്ത് ചെറുതാകണം, ലളിതമാകേണ്ടിടത്ത് ലളിതമാകണം, വിനയം വരേണ്ടിടത്ത് വിനയം വരണം. എങ്കിൽ മാത്രമേ നമുക്ക് കർമ്മത്തെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മൾ ഓരോ കർമ്മം ചെയ്യുന്നതും അടുത്ത കർമ്മം ചെയ്യാനുള്ള ഒരു എക്സസൈസ് കൂടിയിട്ടാണ്, അടുത്തതിനുള്ള തയ്യാറെടുപ്പ് കൂടിയിട്ടാണ്. ഓരോന്നിനും ഫലമുണ്ട്, ദുഷ്ഫലമുണ്ട്, സത്ഫലമുണ്ട്, ഫലമില്ലാത്ത സാഹചര്യമുണ്ട്, ഓക്കെ. പക്ഷേ അത് അടുത്തതിൻ്റെ ഒരു തയ്യാറെടുപ്പ് കൂടിയിട്ടാണ്. അപ്പോൾ അതും നമ്മൾ വളരെ കൃത്യമായി ഒന്ന് ആലോചിക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ദുഷ്ഫലം കിട്ടിയാൽ, അല്ലെങ്കിൽ മോശം ആപത് സൂചന കിട്ടുന്നു എന്ന് കിട്ടിയാൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ കൃത്യമായി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. കണ്ണിനെയും കാതിനെയും ചെവിയെയും മൂക്കിനെയും നാക്കിനെയും എല്ലാം, പഞ്ചേന്ദ്രിയങ്ങളെ നമുക്ക് വളരെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയണം. അങ്ങനെ നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് വീണ്ടും ഞാനീ പറഞ്ഞ ഒരു ആപത് സൂചന നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായ ഓരോ ഭാഗവും
ഗീതയിൽ ഇങ്ങനെ ഓരോ അധ്യായമാകട്ടെ, ഓരോ ശ്ലോകമാകട്ടെ, ഓരോ ഭാഗവും കൃഷ്ണൻ പറഞ്ഞു പോകുന്നത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി, വളരെ പോസിറ്റീവായിട്ടുള്ള മനുഷ്യൻ്റെ ഉന്മയ്ക്ക് വേണ്ടി, നാളെക്കുറിച്ചുള്ള പ്രതീക്ഷയ്ക്ക് വേണ്ടി. കാരണം നമ്മളാരും ഇവിടെ വന്നത് മരിക്കാനല്ല, ജീവിക്കാനാണ്. മരണം നമുക്കറിയില്ല എപ്പോൾ സംഭവിക്കുമെന്ന്, അറിയേണ്ട കാര്യവുമില്ല. എന്തിനറിയണം? ജീവിച്ചിരിക്കുമ്പോൾ ജീവിതം വന്നു, ഇവിടെ ഭൂമിയിൽ വന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ മുന്നിൽ. മരണമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം വരാനിരിക്കുന്നതല്ലേ. മാത്രമല്ല നമുക്ക് നമ്മളോടത് മുൻകൂട്ടി വന്ന് യാത്ര ചോദിച്ചിട്ടല്ലല്ലോ നമ്മളെ കൊണ്ടുപോകുന്നത്. എങ്കിലല്ലേ നമുക്ക് സങ്കടമുള്ളൂ. പോവാൻ നമുക്ക് യാത്ര റെഡിയായിക്കോ, ആവശ്യമുള്ള സാധനമൊക്കെ എടുത്തോ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞ് പൈസയും തന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതല്ലല്ലോ. അത് സഡനായിട്ട് വന്ന് കൊണ്ടുപോകുമ്പോൾ പിന്നെ നമുക്ക് അതിൽ നമ്മളില്ല ദുഃഖിക്കാൻ. പിന്നെ എന്തിനാണ് നമ്മൾ ദുഃഖിക്കുന്നത്? നമുക്ക് മരണം സംഭവിച്ചാൽ ആ മരണത്തിൽ ബന്ധുമിത്രാദികൾക്ക് ദുഃഖം വരും. പക്ഷെ നമ്മളില്ലല്ലോ. പിന്നെ ഇപ്പം ഞാൻ മരിച്ചു പോയാൽ പിന്നെ ഞാനില്ലല്ലോ ദുഃഖിക്കാൻ, എൻ്റെ ഭൗതിക ശരീരം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദുഃഖത്തിന് ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന അവസാന നിമിഷം വരെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിമിഷങ്ങളാക്കി നമുക്കെങ്ങനെ മാറ്റാം. ഇത്ര ദിവസം ജീവിച്ചിരിക്കണം എന്ന് നമുക്ക് എഴുതേണ്ട കാര്യമില്ല, അറിയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ജീവിക്കുന്ന ദിവസം നമുക്ക് നല്ല സത്കർമ്മങ്ങൾ ചെയ്ത്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പാപപുണ്യങ്ങളൊക്കെ മനസ്സിലാക്കി നന്നായി കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ കർമ്മത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേവല അർത്ഥത്തിലുള്ള ഇന്ദ്രിയ സുഖം വേണം. നമുക്ക് കാണണം, കേൾക്കണം, ഉറങ്ങണം, ആസ്വദിക്കണം, ഇതൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ അതിന് മാത്രമാണ്, അല്ലെങ്കിൽ അത് മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതല്ല. അതുകൊണ്ടാണ് വളരെ കൃത്യമായി അർജുനനോട് കൃഷ്ണൻ ഇത് പറയുമ്പോൾ കൃത്യമാണ് കാര്യങ്ങൾ. കർമ്മം ചെയ്യാതിരിക്കാനാകില്ല, അതിന് വേറെ ദോഷമുണ്ട്. ചെയ്യുമ്പോൾ അതിൻ്റെ ഫലത്തിൽ അധികാരമില്ല. എന്നാൽ വരുന്നത് നല്ലതായാലും ചീത്തയായാലും അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അടുത്തത് ചെയ്യാനുള്ള ഏറ്റവും വലിയ വഴിയും അല്ലെങ്കിൽ സാഹചര്യവും സാധ്യതയും.